ഓണത്തിന് സദ്യയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന ടൈം ആയതുകൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു ഐറ്റമാണ് സ്വർഗ്ഗക്കോഴി എന്ന് പറയുന്നത്. കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളിത് ട്രൈ ചെയ്തു. നല്ല കിഡിലെ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതെന്തായാലും ഒന്നുകൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഫുൾ കോഴിയാണ്. ഫുൾ കോഴീനെ ഇങ്ങനെ നമ്മളിങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കണം. മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ചിക്കനിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. അതിന് വേണ്ടി കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ആ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. പിന്നീട് നമുക്കൊരു നല്ല വട്ടത്തിലുള്ളൊരു പാത്രം എടുക്കണം. ഞങ്ങൾ കുക്കറാണ് എടുത്തിട്ടുണ്ടായത്. കാരണം ആ ചിക്കൻ ഫുൾ കോഴിയാണല്ലോ, അപ്പോൾ അത് മറിച്ചിടാനും അത് നന്നായി ഇളക്കി കൊടുക്കാനൊക്കെ പാകത്തിനുള്ളൊരു പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ അതിന് നല്ല വില ചെയ്തുകൊണ്ട് ഞങ്ങൾ സൺഫ്ലവർ ഓയിൽ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ആ കോഴി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നന്നായി ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതാക്കി വേണം അരിയാൻ വേണ്ടിയിട്ട്. അത് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇനി തക്കാളി, ക്യാപ്സിക്കം ഇതൊക്കെ ചേർക്കാനുണ്ട്. ഇതൊക്കെ നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ആ മസാലയൊക്കെ അങ്ങ് സെറ്റായി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അതിലേക്ക് ചിക്കൻ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ആ ചിക്കൻ എടുക്കുമ്പോൾ നമ്മൾ പൊടിഞ്ഞു പോവാതെ, നന്നായി ഫ്രൈ ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് പൊടിഞ്ഞു പോവാതെയൊക്കെ നോക്കണം. പതുക്കെ എടുത്ത് അതിലോട്ട് വെച്ച് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോഴും അത് ചിക്കൻ പൊടിയാതെ ശ്രദ്ധിക്കണം. ഈ മസാലയ്ക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടേ കാഷ്യൂനട്ട് അരച്ചതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ സ്വർഗ്ഗക്കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.